അപ്പോൾ ഗൈസ് നമ്മൾ മുംബൈക്ക് പോകണം. ഇനി കളികൾ മുംബൈയിൽ ഡോണാകുമ്പോൾ മുംബൈ വെച്ചാണ് കേട്ടോ. ഒരു 24 hours ഇന്ത്യൻ റെയിൽവേ എക്സ്പീരിയൻസ് ആണ്. കുറേ കാലം കൂട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്കെന്തായാലും ഇന്ത്യൻ റെയിൽവേൻ്റെ 24 മണിക്കൂറത്തെ കാഴ്ചകൾ കാണാം. ബാക്കി കളികൾ മുംബൈയിൽ. ഈ ഒരു പഴംപൊരിക്ക് 20 രൂപ. എന്താ അവസ്ഥയല്ലേ, കൊള്ളയാണ്, വെറും കൊള്ള. ഭയങ്കര ഓടിയാണ്. പോരാ, നല്ല പൊള്ളി. 20 രൂപയ്ക്ക് ഒന്നുമില്ലാതെ നമ്മുടെ ബോംബെ അടുത്തൊക്കെ ഫസ്റ്റ് ഫുഡ് തന്നെ അങ്ങേയറ്റം ഷോവായിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ബോർ വരും. 20 രൂപയ്ക്കുള്ള മാത്രമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ 24 മണിക്കൂർ യാത്രയുണ്ട്. 24 മണിക്കൂർ ഇന്ത്യൻ റെയിൽവേൻ്റെ അകത്തായിരിക്കും, ട്രെയിനിൻ്റെ അകത്തായിരിക്കും. സോ സർവൈവൽ സ്കില്ല് നോക്കാം. ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോകുന്നത്. 24 മണിക്കൂർ എങ്ങനെയുണ്ട് ഇന്ത്യൻ റെയിൽവേൻ്റെ അകത്ത് നോക്കാതെ. ബോംബെക്കാണ് പോകുന്നത്, ലോക്മാന്യ തിലകിലേക്കാണ്. സോ ദ ട്രെയിൻ ഈസ് ഹിയർ. നമുക്കെന്നാൽ ഇനി ബോംബെ കാഴ്ചകൾ കണ്ടു തരാം. നമ്മൾ മംഗലാപുരം കഴിഞ്ഞ് കുറച്ച് നിർത്തിയിട്ടോ. എന്നിട്ട് ഈ ട്രെയിൻ കാലിയാണ്. ഈ ട്രെയിൻ അതിന് മാത്രം ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കോച്ച് മാത്രമാണ് ആ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ കോച്ചിലും ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ വെള്ളം കയറിയ സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ, മൊത്തം വെള്ളക്കെട്ടുകളാണ് എല്ലായിടത്തും. എൻ്റെ ക്യാബിൻ മാത്രമല്ല, എൻ്റെ കോച്ച് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കോച്ചും കാലിയാണ്. എല്ലാത്തിലും ഒരു 10-20 പേരെ എല്ലാ കോച്ചിലും ഉള്ളൂ. ഇനി ഇപ്പം ബോംബെയിലേക്കൊന്നും ആൾക്കാർ പോകുന്നില്ലേ? പിന്നെ ആൾക്കാർ കയറാനുണ്ടോ അറിഞ്ഞൂടാ. ഒരു വിശാലമായിരുന്നു പോകട്ടോ. ബുദ്ധിമുട്ട് ഒച്ചപ്പാട് വേറൊന്നും ഇല്ലാണ്ട് വിശാലമായിരുന്നു പോകാൻ പറ്റുന്നുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. വാരണ വൈബിൽ ഓപ്പോസിറ്റ് സീറ്റിൽ ഏതെങ്കിലും പെൺകുച്ച് വന്നിരിക്കുന്നു. മുംബൈ വരെ പോകുന്നു. പട്ടും പാടുന്നു. തേങ്ങാക്കൊല ഉണ്ടോ, ഒരു ചക്കങ്ങ കൊല്ലാത്ത ട്രെയിൻ. ഞാൻ സിരട്ടച്ചനും മാത്രം ഇങ്ങോട്ട് പോലൊരു മനുഷ്യക്കുന്നില്ല. ട്രെയിൻ കാലി അടിച്ചൊരു ട്രെയിൻ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പാരണമായിരം ഒരു ചായക്കാരൻ പോലത്തെ വരെ വന്നിട്ടില്ല, അറിയോ? ചായയും കൊണ്ട് പോലും വന്നില്ല. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. സമയം ഇപ്പം 1 മണിയായി. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഒരു ചായക്കാരൻ വന്നില്ല. എന്ത് ട്രെയിനല്ലേ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡും കൊണ്ട് ഒരു ചേട്ടൻ വന്ന കേട്ടോ. ഒരു ചേട്ടനല്ല, 2 ചേട്ടന്മാരും കൂടി ഫുഡും കൊണ്ട് വന്നു. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി വാങ്ങിയത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഫസ്റ്റ് മീൽ ഫോർ ടുഡേ. ഇന്നത്തെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ച പഴംപൊരിയാണേ, വേറെ സാധനം കഴിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഫുഡ് കഴിച്ചോ. ചിക്കൻ ബിരിയാണി ഫ്രം ഇന്ത്യൻ റെയിൽവേ. അത് തന്നെ ചിക്കൻ കറിക്കകത്ത് ബസ്മതി റൈസ് വെച്ച് തന്നേക്കുന്നു. ബട്ട് റൈസിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. റൈസ് നല്ല രസമുണ്ട്. റൈസിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലിരുന്ന് മടുത്ത് കേട്ടോ. ഇപ്പം തന്നെ സമയം 3:30 അയ്യോ, 6 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ ഉണ്ടല്ലോ, കിളി പോയി. ഒന്നും പറയാനില്ല. സംസാരിച്ചിരിക്കാൻ ആൾക്കാരില്ലല്ലോ, ഭയങ്കര റേഞ്ചില്ല. നമ്മള് ഗോവ എത്തിയിട്ടുണ്ട്. ഗോവ സ്റ്റുഡിയോ ഫുഡ് എന്തായാലും വാങ്ങണം, കാരണം ട്രെയിനിലെ ഫുഡ് ഇല്ല, പാൻട്രി ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല റഷാണ്. നമുക്ക് അധികം സമയമില്ല, പെട്ടെന്ന് ഫുഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 10 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. ആ 10 മിനിറ്റിൽ ഫുഡ് കണ്ടുപിടിച്ച് നേരെ
ട്രെയിൻ കയറി പോകണം, അതേ പണി കിട്ടും. ഇവന് വിശ്വസിക്കാത്താണ്. പോയാ പെട്ടും. ഹോട്ടലാണ് ഫ്രണ്ട് ഇത് കഴിഞ്ഞ അപ്പ ചെങ്ങായി സീനാണ്. അവിടെ ഫ്രണ്ടിൽ പറഞ്ഞു കേട്ടോ. പണ്ട് എന്തായിരുന്നു 2 വർഷം മുമ്പ്, ഇപ്പൊ കൊണ്ട് അറിയുന്നില്ല. ഇപ്പൊ ഞാൻ ട്രെയിൻ എടുത്ത് എന്ത് ചെയ്യും? ആ മറന്നുപോയി, കുറെ ലഗേജ് ഉണ്ടാവും. 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും. क्या है अभी खाने के लिए? खाने के लिए क्या भैया? अभी जल्दी क्या मिलता है 5 मिनट में? ठीक है, बिरयानी कितना? 120। हाँ, ठीक है, 2 बिरयानी दो भैया। 2 चिकन में पार्सल, 2 चिकन में पार्सल। कौन सी? हो जाए। ठीक है भैया, थैंक यू। ഇങ്ങോട്ടും ട്രെയിൻ കിട്ടാൻ ഓടാനൊന്നും കഴിയുന്നില്ല, പ്രായമായി തളർന്ന്. ചെക്കൻ അവന് 18 വയസ്സുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രിപ്പ് മൂടും. എങ്ങനെ ട്രിപ്പ് മൂട്, ചങ്ങമ്മത് ട്രിപ്പ് മൂട്. അമ്മേ എവിടെയും പോയിട്ടില്ല. ഇനി ഒരു 5 നിർത്തും, നല്ലൊരു പേടി. ഇപ്പൊ ഏതാ എടുത്തത് ഇതാ മോനെ. ഓടി പിടിച്ചു എൻ്റെ പൊന്ന്. പക്കാ ടൈമിങ്. പിന്നെ സ്ലീപ്പറിൻ്റെ അകത്തോടെ അങ്ങനെ പോകാൻ പറ്റുന്ന കുഴപ്പമില്ല. അതല്ലേ ഞാൻ വരുമ്പോൾ സ്ഥിരമായിട്ടാണ് വാങ്ങല്. നമ്മൾ പഠിക്കാൻ വരുന്ന സമയത്ത് സ്ഥിരം കഴിക്കുന്ന ഫലം സ്പോട്ടാണ്. പ്രഷറോ എനിക്ക് കുട്ടികൾക്ക് ഷുഗർ പ്രഷർ എൻ്റെ പെങ്ങളെ മോനെ കുട്ടിക്കില്ല. 13 വയസ്സ് ഒരു വയസ്സായി തുടങ്ങിയായിട്ടും ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ 20 മണിക്കൂറായി നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് ഇരുന്നു കേട്ടോ. 21 മണിക്കൂറായി ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നു. സമയം 7:30 കഴിഞ്ഞു. ഓക്കെ, അടുത്ത് ശരിക്കും ട്രെയിൻ യാത്ര ഒരു വിധത്തിൽ പറഞ്ഞാണല്ലോ ഉറങ്ങി തീർക്കുമായിരുന്നു. ഇത്ര നേരം കിടന്നുറങ്ങിയെന്നറിയോ? മെജോറിറ്റി ഓഫ് ദ യാത്രയിൽ ഉറക്കം തന്നെയായിരുന്നു. ഏകദേശം ഹിന്ദി അറിയാം, അതുകൊണ്ട് അത് പിടിച്ചിരിക്കാൻ പറ്റും എന്ന വിശ്വാസത്തിന് അവർക്ക് പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാസം ഫുള്ള് യാത്രകളാണ്. കുറച്ച് ഫ്ലൈറ്റ് യാത്രകളുണ്ട്, കുറേ കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പം എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ചാനൽ കൂടെ കുടിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. നമുക്കെന്തായാലും ബോംബെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളങ്ങനെ മുംബൈയിൽ ലാൻഡ് ആയിട്ടുണ്ട്. നല്ല തിരക്കുള്ള നല്ല ക്രൗഡ് സ്റ്റേഷൻ. സോ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. തിങ് ഈസ് ദാറ്റ് എങ്ങോട്ട് തിരിയണം,
എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വന്നൊരു കോൺഫറൻസിനാണ്. ആ പരിപാടി നാളെയാണ്. നാളെ രാവിലെ 7:30-ക്കാണ്. സോ ഈ ട്രെയിന് പൊതുവെ ലേറ്റ് ആവാറുണ്ട്. സോ മോർണിംഗ് 7:30-ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ വന്നത്. ദിവസം നേരത്തെ വന്നത്. ഇത്രയും നേരത്തെ ഈ ട്രെയിൻ എത്തുന്ന പ്രതീക്ഷയില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ ട്രെയിന് ഓൾമോസ്റ്റ് ഇവിടെ മുംബൈ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണി ആയിരുന്നേ. സോ ഒരു ഫുൾ ഡേ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പോവാം. നമുക്കെന്നാലേ മുംബൈ പട്ടണം ചുറ്റി കറങ്ങിയിട്ട് വരാം. ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ, ഫുൾ ഡേ നമുക്ക് പരമാവധി എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകണേ, തിലക് നഗർ സ്റ്റേഷൻ. അവിടുന്ന് നമുക്ക് എലിഫൻ്റ കേവ്സ് ഇല്ലേ, നമ്മൾ കുറേ നേരം തപ്പിയിട്ട് എലിഫൻ്റ കേവ്സ് പോകുന്ന വെച്ചു. അതിൻ്റെ അടുത്തായിട്ട് കുറേ സ്പോട്ടുകളുണ്ട്. സോ ഇവിടുന്ന് തിലക് നഗർ പോയി അവിടുന്ന് ട്രെയിൻ കയറി മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് അടുത്ത നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകണ്ടേ. സോ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാനുണ്ട്, യൂട്ടേൺ എടുത്തിട്ട്. ഓക്കെ, എന്നാൽ നമുക്കിനി ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്ഥലത്ത് വെച്ച് കാണാം കേട്ടോ. ഇനി അടുത്ത സ്പോട്ട് എലിഫൻ്റ കേവ്സ്, തിലക് നഗർ റെയിൽവേ സ്റ്റേഷൻ. സോ നമ്മൾ തിലക് നഗർ ടെർമിനലിലെത്തിയേ. ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് പോകാനായിട്ട്. ഇവിടെ എലിഫൻ്റ കേവ്സിൻ്റെ അങ്ങോട്ട് ലോക്കൽ ട്രെയിൻ കയറണം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ്. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടും ട്രെയിൻ ആക്സസിബിൾ ആണ്. ഒട്ടുമിക്ക എല്ലായിടത്തേക്കും നമുക്ക് ട്രെയിൻ ഉണ്ട്. സോ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അപ്പുറ സൈഡിലാണ്. സോ അപ്പുറ സൈഡിൽ പോകണം. നമുക്ക് ലോക്കൽ ട്രെയിനിലാണ് പോകേണ്ടത്. പക്ഷേ ലോക്കൽ ട്രെയിനിൽ റഷ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അമ്മാതിരി തിരക്കാണ് ലോക്കൽ ട്രെയിനിലുള്ള. ഡോറിൽ വരെ ആൾക്കാർ തൂങ്ങി നിൽക്കുവാണ്. ഇൻട്രസ്റ്റിംഗ്. എനിക്ക് കാണിച്ചു തരാം ലോക്കൽ ട്രെയിൻ കേട്ടോ. എനിക്ക് പോകേണ്ട ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. സൂചി കുത്താൻ സ്ഥലം പറയുന്നുണ്ട്, അതേപോലെ ക്രൗഡിലാണ്. തിങ്ങി നിറഞ്ഞ ആൾക്കാരല്ല. ഓ മാൻ, സിനിമയിൽ മാത്രമാണ് ഇത്രയും തിരക്കല്ല, ഇത്ര ക്രൗഡുള്ള ട്രെയിൻ ഞാൻ കണ്ടിട്ടുള്ളത്. മുംബൈനെ കുറിച്ച് പറയുമ്പോൾ നല്ല തിരക്കുള്ള ട്രെയിനാണ്, ഭയങ്കര റഷാണ്, കൺജസ്റ്റഡ് ആണെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ വിചാരം. ബട്ട് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ എക്സാക്ട്ലി അത് തന്നെയാണ്. ആ ട്രെയിനിൻ്റെ അതൊക്കെ തിരക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ കയറി പോകാനാണ്? അതൊന്നും ടിക്കറ്റൊക്കെ വേണ്ടി പോകാം. ടിക്കറ്റ് എടുത്തിട്ടില്ല. നമുക്ക് പോട്ടത് ഇങ്ങോട്ടാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ട്രെയിൻ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് 10 രൂപ കാണിക്കുന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരി ഞാൻ 20 രൂപ വാങ്ങി. അതാണ് വൈ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും രസമാണ്. എല്ലാം 5 കിലോമീറ്റർ ട്രെയിൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. അടുപ്പിച്ചടുപ്പിച്ച് ട്രെയിൻ പോകുന്നു, എല്ലാത്തിലും മാരക റഷ്. എന്തായാലും രസമല്ലേ, ഓരോരോ അനുഭവങ്ങളല്ലേ. ലൈഫിൽ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ പുതിയ അറിവുകൾ കേട്ടോ. കൊള്ളാം. എന്തായാലും ഞാൻ വന്നതിന് 3 ട്രെയിൻ പോയേ. എല്ലാത്തിനും ഇതുപോലെ കാറ് കുത്താൻ സ്ഥലമില്ല, അമ്മാതിരി തിരക്ക്. അത്ര നേരത്തെ തിരക്ക്, എവിടെ പോലും ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലത്ത് തിരക്ക്. ഈ ലോക്കൽ പൈലറ്റിന്റെ ക്യാബിൽ അങ്ങനെ കയറി ഇരിക്കേണ്ടി വരും, അത്ര തിരക്കാട്ടോ. മുംബൈ ലോക്കൽ ട്രെയിൻസ് അത്ര തിരക്കാണ്, നല്ല തിരക്കാണ്.
നമ്മളങ്ങനെ ഛത്രപതി ശിവാജി നഗർ ടെർമിനലിൽ കേട്ടോ. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണേ. സി ഞാൻ ബാഗ് ഇട്ടേക്കുന്നുണ്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഞാൻ ആദ്യം പുറകിലിട്ടായിരുന്നു. അന്നേരം ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, മോനെ ബാഗ് ഫ്രണ്ടിലിട്ടോ, അല്ലെങ്കിൽ ഒരു സാധനവും കാണത്തില്ല, ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു. പിക് പോക്കറ്റേഴ്സിന്റെ ഭയങ്കരമായൊരു ശല്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് ബാഗ് ഫ്രണ്ടിലിടുന്ന നല്ലത്, ബാഗിലിട്ട് പോകണ്ട, ഒരു സാധനവും കൈ വെക്കണ്ട എന്ന് പുള്ളി ഒരു ഉപദേശം തന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടേക്കുവാണേ. സോ നമ്മളിപ്പോഴും സേഫ് ആയിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ സേഫ് ആക്കി വെക്കുക എന്നുള്ളത് നോക്കട്ടെ. ശരിക്കും ട്രെയിനിൻ്റെ അകത്ത് എനിക്കൊരു വീഡിയോ കാണായിരുന്നു, പാട്ടിന്റെ വീഡിയോ, നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും. അതുണ്ടല്ലോ എന്ത് രസമായിരുന്നു അറിയോ. ഞാൻ ആ ട്രെയിനിന്റെ ഇത്രയും കൺജസ്റ്റഡ് ആയ റഷിന്റെ അകത്തുനിന്ന് ഭയങ്കര റിഫ്രഷ്മെന്റ് ആയിരുന്നു. അവരെല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, അവരൊന്നും പാട്ടുകാരോ ഒന്നും അല്ല, അവരെല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് അവരെല്ലാ ദിവസവും ഒരേ സ്റ്റേഷനിൽ നിന്ന് കയറി വരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരവരുടെ ഒരു ഇത്രയും ലോങ് ജേർണി അവരൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും അവരുടെ കയ്യിലുള്ള വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്ന് എന്താ മൃദംഗം ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് അവർ ട്രെയിനിൻ്റെ അകത്തങ്ങ് വൈബടിച്ച് പോകുന്നു. ജോലിക്ക് പോകുമ്പോൾ ഒരു റിഫ്രഷ്മെന്റ് ആയി, ഒരു ഒത്തുകൂടലായി. രസമല്ലേ? നമ്മൾ യാത്രകൾ പോയാലേ കേട്ടോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, പരമാവധി യാത്രകൾ ചെയ്യുക. നമ്മൾ ബോറാകുമ്പോൾ, നമ്മൾ ടെൻസ്ഡ് ആകുമ്പോൾ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു യാത്ര പോയി നോക്കി, ലൈഫ് അടിപൊളിയായിരിക്കും. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഞാൻ എപ്പോൾ ടെൻസ്ഡ് ആയാലും, ഞാൻ എപ്പം സ്ട്രെസ്ഡ് ഔട്ട് ആയാലും ബൈക്ക് എടുത്ത് ചെറിയ റൈഡ് പോകും, അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞു റൈഡ് പോകും. ഇങ്ങനെ ഗോപ്രോ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് വളരെ വിരളമാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അറിയാം. പക്ഷെ ഞാനിപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് വരികയാണ്. ട്രാവൽ വ്ളോഗ്സ് ആ ഒരു സെക്ഷൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുൾ ടൈം പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൈസ കൂട്ടി വെക്കുക, കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഓരോരോ യാത്രകൾ പോവുക, അത് പരമാവധി മെമ്മറബിൾ ആക്കി എടുക്കുക. അതൊക്കെയല്ലേ അത് രസം. സോ ഇത് ഛത്രപതി ശിവാജി ടെർമിനലാണ് മുംബൈയിലെ. എൻ്റെ രസമാണെന്നറിയോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നടന്നേക്കുന്നതാണ്. എൻ്റെ വോയിസ് കേൾക്കാമെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റേഷൻ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തി, നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഒരു മെയിൻ ടെർമിനലാണ് ഇവിടുത്തെ. ഇത് കണ്ടോ ആ ഫാനൊക്കെ നോക്കി, ആ ഡൈൻ ഫാന്, ആ പില്ലേഴ്സൊക്കെ ഉണ്ടോ, ഇത് രസമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. കൊട്ടാരം പുറത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് കൊണ്ടു നടന്നൊരു സ്റ്റേഷനാണ്. നമുക്കിനി ടെർമിനൽ 5 നിന്നാണ് അടുത്ത ട്രെയിൻ പിടിക്കേണ്ടത് കേട്ടോ. ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചാണ്, പെണ്ണൊന്നും കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട്. സോ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സ്റ്റേഷൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, ബേക്കറി ഐറ്റംസും കാര്യങ്ങളും മാത്രം കിട്ടുന്ന കടയുള്ളൂ. എനിക്ക് വടാപ്പാവ് ട്രൈ ചെയ്യണം, പാവ് ബജി ട്രൈ ചെയ്യണം. പാവ് ബജി ഇതൊക്കെ ലാസ്റ്റ് ബെൽഗാമിന് കഴിച്ചാണ്. പാവ് ബജി रेडी हो गया दोस्त। ചായ വാങ്ങില്ല, ചായ വാങ്ങണം. भाई चाय मिलेगी? चाय एक चाय मिलेगी. कितना इसको? ചായക്ക് 20 രൂപ. ബഡ്ജറ്റ് പ്ലാനിങ് നടക്കൂല കേട്ടോ. അങ്ങനെയാണ് ഇത് ഓരോന്നും ഓരോ സൈഡിലാണ്. ഇവിടെ വടാപ്പാവ് ഇവിടെയാണ്. വടാപ്പാവ് ട്രൈ ചെയ്യാനുള്ള വടാപ്പാവ് നമുക്ക് താജ് ഹോട്ടലിനോട് പോയി ട്രൈ ചെയ്യാം. അവിടുത്തെ വടാപ്പാവ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബേക്ക് ചായ. താങ്ക് യു. സോ ചായ കിട്ടി. ഇനി ഇവിടെ ചോളയപ്പെട്ട് കഴിക്കുന്നു. ഇതുവരെ കഴിക്കാത്ത ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യലുണ്ട്. മധുരം എന്നൊക്കെ പറഞ്ഞ കൊലകൊല്ലി മധുരം. വേറെയോ വേ ഫസ്റ്റ് ബൈറ്റ് ദ ചോളെ ബട്ടർ ഫ്രം മുംബൈ. ട്രൈ ഫോർ ദ ഫസ്റ്റ് ടൈം. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. ഭയങ്കര സ്പൈസിയാണ്. സൈസ് കറക്റ്റാക്കിയ इससे बड़ा है थोड़ा, इससे बड़ा और एक साइज बड़ा आता है. ये कितना बाइक टेबल है? ये क्या बोले 13,000. हाँ 11, 12, 13. 13,000. हाँ
ये पूरा कैमरे के साथ आता है ना 3000। नहीं ये इसका बैटरी का पीस है, ये बैटरी है तो ये आगे आधा घंटा इसमें मिलता है यही कैमरा। मोबाइल में इसमें आ जाएगा। हाँ आप इसके ऐप है, आप से कनेक्ट कर सकते हैं इनको। ऐसा मुझे ब्लैक कलर जाएगा। ऐसा वाला है क्या? ऐसे वाला ऐसा वैसे आपके लिए हाँ मेरे लिए। है ना आपका है। बोला 500 में 2 जीन्स है बोला। और भी क्या सभी 200 के ना? हाँ हाँ ये दे दो भैया, ये वाला। ये वाला ना? हाँ ये कलर पसंद आया मेरे को, ऑरेंज वाला। आपका चाहिए ठीक है ये दे दो। और नेट पे भी चाहिए। नहीं ये बस फैन से मेरे पास बाद में देखेंगे। इधर है 200। और मेरे को ये इंडिया गेट जाना है, कैसे जाएंगे अभी इधर से? दुनिया का यहाँ से बस खबर नहीं। थैंक यू। यहाँ से बस पकड़ेंगे ना 116 नंबर। हाँ हाँ सीधे इंडिया गेट में कौन सा नंबर? 116। 116। हाँ ഓക്കെ താങ്ക് യു ഭയ്യ. എന്തായാലും കൊള്ളാം. ഞാനൊരു ടീഷർട്ട് വാങ്ങി, ഡ്രസ്സ് ഒരെണ്ണം എടുത്തില്ലായിരുന്നു. സോ 116 എന്ന് വെച്ചാൽ കിത്തനായ നമ്പർ കണക്കൂട്ടുള്ളത് അറിയാവുന്ന ഹിന്ദിയിൽ. ഇവിടുന്ന് ബസ് പിടിച്ച് പോകാനാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. സോ ബസ് അവിടെ നിന്നാണേ, അവിടുത്തെ ബസ് ഇവിടെ. ക്യാമറയുടെ ആകെ 20% ചാർജ് ഉള്ളൂ, അവസാനം ഇപ്പോൾ ഓഫ്. അതുകൊണ്ട് മൊബൈലിലും 20% ചാർജ് ഉള്ളൂ. ഇവിടെ ചാർജ് വേണം കുറച്ച് നേരം. भैया गेट वे फिल्टर जाने के लिए ये वाला एक ही जन है। സോ ഇതാണ് നമ്മുടെ ബസ്. സ്റ്റേഷനിൽ നടന്ന് ടിക്കറ്റ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് ട്രാവലിംഗ്. അതാണ് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് എങ്ങനെ മുംബൈ ഇറങ്ങാം, ലോ ബഡ്ജറ്റ്. 24 hours യാത്ര തുടങ്ങിയിട്ട് ആകെ വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 800 രൂപേൻ്റെ അടുത്താണ്, ഇൻക്ലൂഡിങ് ട്രെയിൻ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ തിരിയാണ്. നല്ല AC ബസ്സാണ്, കാര്യങ്ങൾ സെറ്റാണ്. ദ ഗ്രേറ്റ് താജ് ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ട് നമ്മളുള്ളത് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ. സോ ഗോയിങ് ടു ട്രൈ ദ മുംബൈ സ്പെഷ്യൽ വടാപ്പാവ്. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നൊരു ഐറ്റം ഇതാണ്, ഇത്രയും നേരം കാത്തിരുന്ന ഇതാണ് വടാപ്പാവ് കഴിക്കണം എന്നൊരിതിൻ്റെ പുറത്തായിരുന്നേ. കൊള്ളാം, നല്ല രസം കേട്ടോ. യൂഷ്വലി നമ്മൾ ബൽഗാമിൽ നിന്ന് കഴിച്ച പോലത്തെ ഒരു വടാപ്പാവല്ല, കുറച്ചുകൂടി സ്പൈസിയറാണ്. നല്ല സൈസും ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് വാട്ട് ഈസ് സെഡ്, മുംബൈ വടാപ്പാവ് ഈസ് സ്പെഷ്യൽ കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. നമ്മളിപ്പോൾ ഒരു 250 രൂപേൻ്റെ ബസ് പാസ് എടുത്തിട്ടുണ്ട്. ഫുൾ മുംബൈ അവർ കറക്കുമെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തായാലും എങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ പാക്കേജിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ട് ഇറക്കിയിട്ടുണ്ടല്ലോ, ജഹാംഗീർ ആർട്ട് ഗാലറിയിലേക്കാണേ. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. കുറച്ച് ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ സ്പോട്ടാണേ. എനിക്കൊന്നും കയറി മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. നമുക്ക് അത്രയും അതിനെക്കുറിച്ചുള്ള സെൻസ് ഉള്ളൂ, ഈ ആർട്ട് ഫോംസിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തൊരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിലേക്ക് കൂടെ പോയി വരാം. മ്യൂസിയത്തിലെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ, അപ്പോൾ മ്യൂസിയത്തിലൂടെ പോയി കറങ്ങിയിട്ട് വരാവേ.
അടുത്ത് നമ്മൾ വന്നേക്കുന്നത് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി 1804 സ്ഥാപിതമായതാണ്. 1804 ഈ ഒരു സെക്ഷനാണ്. അതിന് പുറകൊരു പടുകൂറ്റൻ ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ എനിക്ക് ആ പാക്കേജിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. പാക്കേജിൻ്റെ ഇത് 250 രൂപയ്ക്ക് അവർ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൈഡ് അടിപൊളിയാണ്. പുള്ളിക്കാരൻ നല്ല രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നല്ല വൃത്തിക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇറ്റ്സ് വർത്ത് ഫോർ ദാറ്റ് പ്രൈസ്. 250 രൂപയ്ക്ക് നല്ല വർത്താണ്. സോ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇഷ്ടംപോലെ സിനിമയിലൊക്കെ വന്ന സ്പോട്ട് കേട്ടോ. ഇഷ്ടംപോലെ സിനിമ, കുറേ ഹിന്ദി സിനിമയിൽ ഈ സ്പോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി വൈബ് പുള്ളിയാണ്. പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞത് സൂം ചെയ്ത് നോക്കിയാൽ മതി, നിതാംബാൻ ചിലപ്പം തുണി വിരിച്ചെടുത്തുണ്ടാവുന്നത്. ചങ്ങായി വൈബാണ്. जिनको मंदिर जाना है मंदिर जाएगी, जिनको दरगाह जाना है दरगाह जाएगी, लेकिन जो भी कुछ मांग रहे हैं एक पे सोच। तो कितना था भैया? कितना है? कितना? 50. एक दो भैया. ഫസ്റ്റ് പണി കാണുന്നത് 50 രൂപ. എന്താന്ന് ഒരു ഐഡിയ ഇല്ല. 2-3 ഫ്ലേവർ ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം. ये कौन सा फ्लेवर है? ये राजभोग है। राजभोग तो राजभोग ऐसा बोले तो कौन सा फ्लेवर आता है? काजू बादाम आता है। काजू बादाम आता है. और ये वाला पिस्ता. ये पिस्ता, अमेरिकन ड्राई फ्रूट है, चॉकलेट है। सबके 50 है. 50। ठीक है, अभी ये ट्राई करेंगे. नൈസ്. നമുക്കിതെന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിക്കുവാണേ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലായിരുന്നു. സമയം 3 മണിയായി. ഇപ്പം നമുക്ക് ലഞ്ചിൻ്റെ ബ്രേക്ക് തന്നേക്കുന്നത് 1 hour ബ്രേക്ക് തന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട്. പക്ഷേ ആംബിയൻസ് എന്താ വൃത്തിയൊക്കെ ഉണ്ട്. സ്റ്റാഫിൻ്റെ പെരുമാറ്റം പക്കാശമാണ്. പിന്നെ കൊല്ലി റേറ്റ്. ഞാൻ പാവ് ബജി കഴിക്കാമെന്ന് വെച്ചാൽ വന്നതാണ്. 2 പാവ് ബജി, 2 പാവും ഒരു ബജിയും കൂടെ വരുമ്പോഴത്തേക്ക് 160 രൂപ. കത്തി റേറ്റ്. മീൽസിൽ 215 രൂപ. അതിന് പറഞ്ഞ് ഇല്ല. സൗത്ത് വെജാണ്, നോൺ വെജ് അല്ല, വെറും വെജ്. അതിലും പിന്നെ വില കുറഞ്ഞത് വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണിക്ക് 195 രൂപ. അത് 200 രൂപ. ഓ, അതും അഡീഷണൽ. റൈസൊക്കെ അഡീഷണലാണ്. കൊല്ലി റേറ്റ്. ഈ ഒരു അടുത്ത് വേറൊരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ്. ഇത് നമ്മുടെ അംബാനീൻ്റെ വില്ലയില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ നമുക്ക് അംബാനീൻ്റെ വില്ല കാണാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ അത്ര ഫോക്കസ് ആക്കി കിട്ടുന്നില്ല. കൊള്ളാം എന്തായാലും. കത്തി റേറ്റ് എന്താ ഇവിടെയാണ്, ഇവിടെ മാത്രമാണ് പറ്റിക്കപ്പെട്ടത് തോന്നിയത്. റേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര റേറ്റ് ആയിപ്പോയി. ബാക്കി ഫുഡ് കഴിച്ചിട്ട് പറയാം. ചാർജില്ല ക്യാമറയ്ക്ക്, 16% ഉള്ളൂ. എത്ര നേരം പറക്കാവുന്ന അറിയത്തില്ല. ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ വിശേഷം പറയാവേ. അയ്യോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഈ കറി അടിപൊളിയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് പകുതി മുക്കാഭാഗത്തോളം നിറഞ്ഞു. ഇതാ ഇത്രയും റൈസ് ഉണ്ട്. അതിൽ കഴിക്കാനുള്ള ആംബിയറില്ല. ഒരു ഫുൾ താലി ഹെവിയാണ്. കറികളൊക്കെ കൊള്ളാം കേട്ടോ. കറികളെല്ലാം ഒന്നിനു തന്നെ മെച്ചമാണ്. ചോറും കൂടെ തന്നെ. നമ്മൾ ഫുഡൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതിപ്പോൾ എത്രയായാലും മാക്സിമം കഴിച്ചു വരുന്നത് സെറ്റാക്കുന്നു. ചോറും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുടെ അരി പഠിക്കാം. പരിപ്പറി രസമാണ്, സാമ്പാറാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അതുപോലത്തെ ഒരു കറിയാണ്. എന്തായാലും രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം.
അങ്ങനെ നമ്മൾ പാത്രം മൊത്തം കാര്യമാക്കി ചോറും കഴിച്ചു, റൊട്ടിയും കഴിച്ചു, പായസം കൂടെ ഉണ്ട്, അതും കൂടെ ഇപ്പം തീർന്നു. നോ സീറോ വേസ്റ്റേജ് ഓഫ് ഫുഡ്സ്. എല്ലാം കഴിക്കണം, ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഫുഡ് അടിപൊളിയാണ്. ആ റേറ്റ് ഞാൻ അത് കത്തിയാന്ന് പറഞ്ഞു, പക്ഷേ ആ റേറ്റിനുള്ള സാധനം ഉണ്ട്, ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ജഗതി പറയുന്ന പോലെ പടയപ്പ ആ ഒരു സംഭവമായിരുന്നു. വയർ നിറഞ്ഞു പോയി. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയണ്ട. പൈസക്ക് പുറത്താട്ടോ. ഇവിടെ വൈകുന്നേരമായി, 4 മണിയായി. ഇപ്പോൾ വന്നേക്കുന്നത് നെഹ്റു സയൻസ് സെൻറ്ററിലാണ്. അയ്യോ മാടുത്ത് നല്ല ടയർഡായി, നല്ല ചൂടുണ്ട്. അപ്പോൾ തന്നെ ഫുഡും കൂടെ കഴിച്ചപ്പോഴത്തേക്കും ആകെ ആൾ പടായി. നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടേക്ക്. ഇതാണ് നമ്മുടെ സ്ഥലം, നെഹ്റു സയൻസ് സെൻറ്റർ. This is cool. The dino dance. Guys. ആഹാ വാവിളിക്കുന്നുണ്ടോ?
Yes. ഇത് ഞാൻ കാണിച്ചത് നേരത്തെ വിട്ടു കേട്ടോ. ഒരു ഫ്ലൈറ്റ് അല്ല, ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് ദർ ഇസ് വൺ മോർ. ഇത് ഒരാളെ കയറ്റി എടുത്തിട്ടുണ്ടേ. ഇതെന്തോ ആ ഫ്ലൈറ്റിലുള്ളൊരു പുള്ളിയുണ്ടേ. കൊള്ളാം. ദിസ് വാസ് വർത്ത്. ടെർബോ എഞ്ചിനാണ്. ഡെമോ ഫ്ലൈറ്റ്സ് അല്ല കേട്ടോ. Boeing 787. The engine side. ഇന്ത്യൻ സ്പേസിലുള്ള ഇപ്പോഴത്തെ ഓപ്റ്റേഴ്സിൻ്റെയും ഇതൊരു 14 സിലിണ്ടർ ബ്രിസ്റ്റോൾ ഹെർക്കുലസ് റേഡിയൽ എഞ്ചിനാണ്. കണ്ടോ, ഇന്ത്യൻ പലതരം റോക്കറ്റിന്റെ എവല്യൂഷൻ ഓഫ് റോക്കറ്റ്സ്. ഇതാണ് ഫസ്റ്റ് വൺ. അതിങ്ങനെ മുകളിലോട്ട് എല്ലാ ടൈപ്പ് ഓഫ് സ്പേസ് സംഭവങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു വിമാനം കേട്ടോ മുകളിൽ കെട്ടി വെച്ചേക്കുന്നേ. ഇത് റിയൽ ഫ്ലൈറ്റ്. ഇതൊരു എഞ്ചിൻ, ഫ്ലൈറ്റിന്റെ എഞ്ചിനാണ്. കുഞ്ഞു കുഞ്ഞു സാറ്റലൈറ്റ്സ്, അതിന് ഡെമോ മോഡൽസ് ഏതൊക്കെ കേട്ടോ. ഹാലുസിനേറ്റിംഗ്. എന്ത് രസമായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് നോക്കി. അയ്യോ, ഒന്നും പറയാനില്ല. പണ്ട് കാലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ വാളിൻ്റെ ഒക്കെ ഡോറയും പഴയ പൈപ്പുകൾ.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടം കൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നമ്മൾ കുറച്ചധികം സ്പോട്ടുകൾ കവർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ ട്രാവൽ പാക്കേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 250 രൂപയ്ക്ക് അവർ അത്യാവശ്യം നല്ല രീതിക്ക് 12 മണിക്കൂറാണ് അവർ പറയുന്നത് കേട്ടോ. 12 മണിക്കൂർ ഈ സ്പോട്ടെല്ലാം കവർ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആകെ എനിക്ക് ഒട്ടും ഉപകാരമില്ലാണ്ട് തോന്നിയത് അവസാനത്തെ ഒരു 11D സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ഉത്സവപ്പറമ്പിലും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം 250 രൂപ കൊടുത്ത് കയറിയതിൻ്റെ ഒരു എണ്ണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആ 250 രൂപയ്ക്ക് മുംബൈ സഫാരി അടിപൊളി സംഭവം തന്നെയാണ്. 250 രൂപയ്ക്ക് നമ്മളിപ്പം ക്യാബ് വിളിച്ചാലോ ബാക്കി വണ്ടി വിളിച്ചാലൊക്കെ നല്ല എക്സ്പെൻസ് ആവും. അത് വെച്ച് നോക്കുമ്പം എനിക്ക് എന്തുകൊണ്ടും നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമേ തോന്നി. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ അവിടെ വന്ന് ഇറങ്ങാം. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഇഷ്ടം പോലെ വണ്ടിക്കാരുണ്ടാവും. ഏത് വണ്ടിക്കാരും കൊണ്ടുപോകും. ഇപ്പം ഞങ്ങളുടെ സഫാരി അവസാനിക്കാൻ പോകുന്നത് 10 മണിക്കാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ അവർ ഇറക്കി വിടും നമ്മളെ. ഓക്കെ, നമുക്ക് പോകേണ്ട സ്പോട്ടിലേക്ക് ഇറക്കി വിടും. എന്തുകൊണ്ടും അടിപൊളിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, ജിഷ്ണു. എന്നോട് കേരള സന്ദർശിച്ച് പഠിച്ചു, നാട്ടുകാരനാണ്. അവനിവിടെ വർക്ക് ചെയ്യാണ്. സോ ഇന്നത്തെ സ്റ്റേ അവൻ്റെ അടുത്താണ്. വെയിറ്റിംഗ് ഫോർ ഹിം. അവനിപ്പം ഇവിടെ എത്തുന്ന പറഞ്ഞു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ. ഇറങ്ങി നോക്കണം. ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. 8, 9, 10. ഞങ്ങളെ കണ്ടാൽ മാറിപ്പോയിരുന്നു പണ്ട്. ഇപ്പം പണ്ട് ഞങ്ങളുടെ ഡിസ്റ്റൻസ് മാറിപ്പോയി. ഞങ്ങൾ പണ്ട് ഒരേപോലെയായിരുന്നു. മെലിഞ്ഞ് ആകെ ഷോക്കായി. ഇപ്പം മെലിഞ്ഞിരിക്കുന്നു. ഞാൻ കുറച്ചത് അടിച്ച് പന്തിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്റെ ആ സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒരു ഫലൂദ കഴിച്ചു. ഞാൻ കുറെ ഫുഡ് കഴിച്ചു. പാനിപൂരി കഴിച്ചു. സോ നമ്മളൊരു മട്ടൺ സൂപ്പ്, മട്ടൺ അല്ല എന്തായാലും സൂപ്പ്, ചിക്കൻ്റെ എന്തൊരു സൂപ്പ് പറയുന്നുണ്ട്. മുംബൈ വന്നിട്ട് മുംബൈ ടൈപ്പ് ഫുഡ് കഴിക്കാം. നമ്മൾ ഏത് നാട്ടിൽ പോകുന്നോ അവിടുത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ട്രൈ. ആ ഗാർലിക്കിന്റെ ഫ്ലേവറൊക്കെ നല്ല രീതിക്ക് ഇതാകുന്നുണ്ട്. ടേസ്റ്റ് ഗുഡ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് നമ്മുടെ ഐറ്റം എഗ് ബിരിയാണിയാണ്. ഹിന്ദി പണ്ട് എനിക്ക് അറിയാനുണ്ടോ? ഞാൻ പണ്ടേ പഠിച്ച സംഭവം ഹിന്ദിയാണ്. ഹിന്ദി എൻ്റെ ഒരു ഭയങ്കര അഡിക്റ്റഡ് ആയ ഭാഷയായിരുന്നു. അതാ ഇത്ര സമയം ഞാൻ കഴിക്കൂല. നാളെ നമുക്ക് എന്റെ ഫുഡ് കഴിക്കാം. നാളെ എന്റെ ഫുഡ് സ്വന്തം ടൈം കൊണ്ട് കുക്ക് ചെയ്ത ഇതിനകത്ത് മിക്സ് ചെയ്തു. അതായിരുന്നു ഭയങ്കര കളർഫുൾ ബിരിയാണിയാണ്. പച്ച, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളറും ഉണ്ട്. ഒരു ആവറേജ് ബിരിയാണിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സൂപ്പ് ഈസ് ഓസം. സൂപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബിരിയാണി എൻ്റെ ഒരു ഇത് ആവറേജാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും അടുത്ത ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. സൗണ്ടൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കാറ്റടിച്ചിട്ട് സീനായി. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. നമുക്കെന്താ മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ.